ഇവിടെ മൊത്തം വെള്ളം വീണ് എൻ്റെ പൊന്ന്. ഇനി അത് മതി. പാത്രം കഴുകാൻ കയറി അവിടെ അത്രയും വെള്ളം കോരി അങ്ങ് ഒഴിച്ചു. അത് എൻ്റെ ഇട്ട് തൂക്കുന്നേ? എൻ്റെ നൈറ്റി ഇട്ടൊക്കെ തൂക്കുന്നു. ഞാനിടുന്ന നൈറ്റി ഇത് കഴിവിട്ടേക്കുന്ന ഒന്ന് വാഷിംഗ് മെഷീനിൽ കഴുകുമ്പോഴത്തേക്ക് അതിന്റെ വീട്ടിലിടുന്ന തുണിയൊന്നും. ഈ അടുക്കള ഇതിനകത്ത് ഈ കസര കൊണ്ടിട്ടപ്പോ പിന്നെ എന്ത് കൈക്കല തുണിയാന്ന് വിചാരിച്ചു കഴുകാനുള്ളതെന്ന് പറഞ്ഞാൽ അതാണോ അടിക്കുന്നതിട്ട് തൂക്കുന്നത്? സോറി നൈറ്റി പഠിച്ചേക്കണം. എനിക്ക് വേണ്ട. ഞാൻ കഴിവിത്തരടേ. അങ്ങനെ വേണ്ട. അത് ഒന്ന് ഇച്ചിരി വെള്ളം വീണെന്ന് തുടച്ചെന്നും പറഞ്ഞല്ലേ തുണി. അത് എന്തെല്ലാം അണുകൾ കാണോ അതിനകത്ത്. അതുകൊണ്ട് ഈ ഒരു നൈറ്റി ഒന്ന് തുടച്ചത് ഞാൻ പുതിയ നൈറ്റ് വേറെ പന്ന തുണി എടുപ്പുണ്ടായിരുന്ന തുടയ്ക്കാനെ കൊണ്ട് കൈ കിട്ടുന്ന എടുത്തങ്ങ് തുടച്ചേക്കുവാ. എനിക്ക് നൈറ്റ് മേടിച്ചു. എനിക്ക് തുണി മേടിച്ചാൽ വേറെ ആരും ഇല്ല. ആരാ വേണ്ടേ? ആരാ വേണ്ടത്? എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ മേടിച്ചു തന്നേനെ. ഞാൻ ആരോടും പരാതി പറയാൻ പറ്റുന്നില്ലല്ലോ. ഞാനിത് കഴുകി അങ്ങ് തരാം. കഴുകി തരാം. അങ്ങനെ ചെയ്യരുത്. ചുമ്മാ അലപ്പ അരയ്ക്കുന്നതല്ല, കാര്യം മനസ്സിലാക്കണം. എന്തു രണ്ടെണ്ണോളം കൂടി എപ്പോഴും അലപ്പാ. എന്തു ഞാൻ ഇട്ടുണ്ടിരുന്ന നൈറ്റ് അവിടോട്ട് ഊരി ഇട്ട് അതെടുത്ത് അവളെ അഴുക്ക് തുണി വെള്ളം തുടച്ച പാത്രം കഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അഴുക്കുള്ളതാണ്. അതാണ് അവിടെ തുടക്കേണ്ടത്. വേറെ പഴം തുണി കണ്ണു കുഴപ്പമില്ല. അതെടുത്ത് അങ്ങ് തുടച്ചാൽ പോരെ. ഞാൻ മനുഷ്യൻ്റെ ഇല്ലയോ? അങ്ങനെ മനുഷ്യനെ നൈറ്റ് പഠിച്ചേക്കല്ലേ. എനിക്ക് വേറെ നൈറ്റ് പഠിച്ചു തരാൻ പറ. ഇനി അരി ഉണ്ടാക്കണ്ട. ഞാൻ ആരോടും ഒരു പരാതി പറയാൻ പറ്റില്ല. ഈ തുണി നിസ്സാരപ്പെട്ട ഒരു സാധനം കഴിവായിട്ട് തുണി എടുത്ത് അങ്ങോട്ട് കഴുകാനിടക്കുന്ന തുണി അങ്ങനെ തുടക്കരുത്. മനുഷ്യരിടുന്ന തുണി എല്ലാം എടുത്ത് തുടക്കേണ്ടത്. തുടയ്ക്കാനുള്ള തുണിയോട് വേറെ ഉണ്ട്. അതെടുത്ത് തുടക്കണം. അരി ഉണ്ടാക്കണ്ട. ഒരു നൈറ്റിയുടെ കേസിൽ ഒരു നൈറ്റി വാങ്ങിച്ചു തരാം. ഇനിയിപ്പോ ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ. എന്താ പ്രശ്നം ഉണ്ടാക്കിയെന്നോ? ഇന്നല്ലാതെ അവിടെ കിടക്കുമ്പോ വേറെ ഒരു തുണി പന്ന തുണിയൊന്നും ഇല്ലായിരുന്നു. ഞാനത് കഴിവായിട്ടേക്കുന്നുണ്ടല്ലോ. ആണോ? നൈറ്റ് മേടിച്ചിരുന്നു. നൈറ്റ് വാങ്ങിച്ചിരുന്നു. പപ്പ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നേ കേട്ടു പപ്പയുടെ കാര്യം. മേടിച്ചു കൊടുക്കണമായിരുന്നു. അത് മനസ്സിരുന്നുണ്ടല്ലേ പപ്പയുടെ കാര്യം പറഞ്ഞു. ഒരാൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴേ അത് മനസ്സിലാവും. അവനവനുള്ളവരെ ഭർത്താക്കന്മാരോട്ട് വേറെ ആരും ഒക്കത്തില്ല. എത്ര മക്കൾ നോക്കിയാലും ആ വിഷമം ഒന്ന് രണ്ടെന്തെങ്കിലും വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിലും കുറച്ച് വിഷമം മാറി. അതിൻ്റെ കൂടെ ഗുസ്തി കൂടാൻ വേണ്ടിയുള്ള ഞാൻ ഗുസ്തി കൂടിയില്ല. സത്യം. ഞാൻ അവിടെ കിടന്ന ഒരു തുണി എടുത്തൊന്ന് തുടച്ച് ഞാനത് മമ്മിയുടെ എന്റെ നോക്കി. ഇതൊക്കെ ദൈവദോഷമോ? അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ദോഷം. അല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ ഇടയ്ക്ക് മുറയ്ക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ കയ്യ പൈസ ഇന്നലെ തന്നെ മീൻ വാങ്ങിച്ചു. നുള്ളി ഉള്ള തങ്കരം കൂട്ടി വെച്ചിരുന്ന പൈസ എടുത്താൽ മീൻ വാങ്ങിച്ചേ. കയ്യ പൈസ ഉണ്ടെങ്കിലേ പൈസ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. നീ തപ്പ അതിന്റെ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ ഒരു കള്ളം പറയത്തില്ല. എന്റെ ഇല്ലാത്തോണ്ടാ. അല്ല ഒരു രൂപ കൈ എടുക്കുക. അതിന്റെ കൂടെ മാക്സി ഉണ്ടെന്ന് തുടയ്ക്കാൻ കൊണ്ടുപോയി. നിന്റെ മാക്സി എടുത്ത് നീ തുടയ്ക്കാൻ എന്തായിരുന്നു? സൈഡ് പറഞ്ഞല്ല. ഒരാൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. എന്റെ ഇല്ലാത്തോണ്ടാ. എന്താ കിട്ടും? ഒരു നൈറ്റ് മേടിച്ചാൽ മതി കേട്ടാ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ മോന്റെ വകയായിട്ട് മേടിച്ചെടുക്കണം. ഇത് എന്റെ പ്രായച്ചിത്തം കേട്ടോ. പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞ് പപ്പയുള്ളപ്പോൾ ശരിയാ. അവനവൻ്റെ ഭർത്താക്കന്മാരുള്ളപ്പോഴേ ഉള്ളൂ എല്ലാം കിട്ടുന്നത്. ഇനി അമ്മ അറിയണ്ട, ഞാൻ മേടിച്ചെന്നേന്ന് അറിയണ്ട. മോൻ മേടിച്ചു കിട്ടും. 100 രൂപ ഇല്ല എന്റെ കയ്യിൽ എപ്പോഴും പൈസ ഇരിക്കുമോ? ഭയങ്കര വിലയാ. അല്ലെങ്കിൽ പന്നലേ കിട്ടൂ. സാരമില്ല. 500 രൂപയ്ക്കൊക്കെ 500 രൂപ താഴെയുള്ള നൈറ്റി കിട്ടും. അപ്പൊ ആ നൈറ്റ് അടുത്ത മാസം കൂടി നൈറ്റ് മേടിച്ചോളൂ. ഇപ്പൊ ഈ മാസം ഇത് മേടിച്ചോളൂ. എന്തോട്ടെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതില്ലേ, ഫൈനാന്ന് വിചാരിച്ചാൽ മതി. ഇതിന് കണക്ക് പറയരുത്. എനിക്കൊരു കണക്കില്ല. മമ്മിക്ക് മേടിച്ചോണ്ട് കൊടുക്കും. മമ്മിക്ക് അങ്ങനെങ്കിലും അവിടെ ഞാൻ അത് പോയി വാങ്ങിച്ചോണ്ട് കൊടുക്കും. ദൈവദോഷം. അത് സത്യം അറിഞ്ഞ് എന്നേ ചെയ്യണമെന്ന് വിചാരിച്ച